ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കേ ഒരു തലക്കറിയും കപ്പയും മോരും ഒക്കെയാണ് ലഞ്ചിന് കറിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തലക്കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ തലക്കറിക്ക് ചേർക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പിന്നെന്താ അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്, സവാളയല്ല കേട്ടോ. അത് ചേർത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് അതെല്ലാം വാടി വരുമ്പോൾ തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വലിയ ലോങ് വീഡിയോ ആയിട്ടുള്ള ഡേ മൈ ലൈഫൊക്കെ എടുക്കാൻ പറ്റാത്തത് ഇവർക്ക് എല്ലാവർക്കും 8:30 പോകണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ കറികളൊന്നും റെഡി ആവത്തില്ല കേട്ടോ. ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്യും. അത് കാരണമാണ് ഇപ്പം ഞാൻ ഡേ മൈ ലൈഫൊന്നും എടുക്കാത്തത്. ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ഇടുന്നത് കേട്ടോ, സ്നാക്കിൻ്റെയൊക്കെ റെസിപ്പി ഇടുന്നത്. ഇനി ഇത് ആ കറി ഒന്ന് തിളച്ച് വരട്ടെ, ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തലയൊക്കെ ഞാൻ തലേന്നേ വെട്ടി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ തണുപ്പ് മാറിയപ്പം ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കറിക്കകത്തോട്ട്, തിളച്ച കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനി അരപ്പ് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് താത്ത് വെച്ച് കൊടുക്കണേ. അന്നേരം കഷ്ണങ്ങൾക്കകത്തെല്ലാം നന്നായിട്ട് അരപ്പ് പിടിച്ചിട്ട് ഇനി ആവശ്യത്തിന് പുളിക്ക് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കറി പോലെയല്ല, വറ്റിച്ചാണ് ഈ തലക്കറി എടുക്കുന്നത് കേട്ടോ. ഇനി ഇച്ചിരി അധികം കുരുമുളക് പൊടി ഇത് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് നേരവും കൂടി ഇരുന്നതൊന്ന് വറ്റാനുണ്ട്, ഇച്ചിരി ചാറായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് അത് സെറ്റായിക്കോളെ. ഇനി ഒന്ന് കപ്പയും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. കപ്പത അരപ്പൊക്കെ ഇട്ട് ഞാൻ ഒന്നുകൂടെ നാവി കയറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കപ്പയെല്ലാം അരപ്പെല്ലാം പിടിച്ച് നല്ല കുഴച്ചെടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരൊക്കെ കാച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് മോരും കപ്പയും മീൻകറിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.